ക്യൂബിക് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയലുകൾക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉള്ള പോലെ എന്തില്ല, സൊല്യൂഷൻ ഒരു ഫോർമുലയൊന്നും പറയാനില്ല. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഇത്തിരി കുഴപ്പം പിടിച്ച പ്രോസസ്സാണ്. ഇവിടെ എന്തായാലും നമുക്ക് ആ രണ്ട് ക്വാഡ്രാറ്റിക്കിനെയും പോളിനോമിയലുകളെ പരിചയപ്പെടാം. ഇവിടെ നോക്കൂ, ഇതാണ് ക്യൂബിക് പോളിനോമിയൽ. അതായത് ഹയസ്റ്റ് ഡിഗ്രി 3 ആകുന്നതാണ് ക്യൂബിക് പോളിനോമിയൽ. ഹയസ്റ്റ് ഡിഗ്രി 3 ആകുന്നതാണ് ക്യൂബിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 സൊല്യൂഷൻ ഉള്ളതുപോലെ ക്യൂബിക് പോളിനോമിയലിന് 3 സൊല്യൂഷൻ ഉണ്ടാവും. അതിന്റെ ഡിഗ്രിയാണ് ആ സൊല്യൂഷന്റെ എണ്ണത്തിനെ നിർണ്ണയിക്കുന്നത്. അതേപോലെ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 4 ആയ പോളിനോമിയലാണ്. ഡിഗ്രി 4 ആയ പോളിനോമിയലാണ് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിന് 4 സൊല്യൂഷൻ വരെ വരും. 4 സൊല്യൂഷൻ വരെ വരും. ഇതാണ് ക്യൂബിക്കും ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയലും. ബൈ ക്വാഡ്രാറ്റിക് ക്യൂബിക് പോളിനോമിയൽ ഡിഗ്രി 3, അറ്റ്മോസ്റ്റ് ഡിഗ്രി 3 ആയ പോളിനോമിയലാണ്. അതേസമയം ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 4 ആയ പോളിനോമിയലാണ് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി ഇവരുടെ റൂട്ട്സുകളും ഇവരുടെ കോഎഫിഷ്യന്റുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് A0, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് A1, എക്സിന്റെ കോഎഫിഷ്യന്റ് A2, പിന്നെ എന്താണ് ഇതിന്റെ കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് A3. നമ്മൾ ഇയാളെ ഒന്ന് പൊളിച്ചെഴുതുകയാണ് കേട്ടോ. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാലേ നമ്മുടെ ഫോമിൽ എഴുതുമ്പോൾ ഒരു സുഖം കാണില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഫോമിൽ എഴുതുമ്പോൾ ഒരു സുഖം കാണില്ല. അതായത് വേറൊന്നുമല്ല, A3 എക്സ് ക്യൂബ് പ്ലസ് A2 എക്സ് സ്ക്വയർ പ്ലസ് A1 എക്സ് പ്ലസ് A0. അതായത് വേറൊന്നുമല്ല, പവർ തന്നെ സഫിക്സിലും വരുന്ന രീതിയിൽ എഴുതി. എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് A3, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് A2, x⁻1 അയാളുടെ കോഎഫിഷ്യന്റ് A1, x⁻0 അഥവാ കോൺസ്റ്റന്റിന്റെ കോഎഫിഷ്യന്റ് A0. അപ്പം ഇതാണ്. ഇപ്പം എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ A0, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് A2. ആകെ മൊത്തം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇയാളൊന്ന് റീറൈറ്റ് ചെയ്തത്, വേറൊന്നുമില്ല. അതിനനുസരിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന ഫോർമുലകളും റീറൈറ്റ് ആയപ്പോഴാണ്. എന്താ ഇപ്പൊ നമ്മുടെ ക്യൂബിക് പോളിനോമിയലിന് 3 റൂട്ടുണ്ട്, ആൽഫയും ബീറ്റയും ഗാമയും. അങ്ങനെയാണെങ്കിൽ അവരെ 3 പേരെയും സം ചെയ്യുമ്പോൾ അത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബിന് ഈക്വൽ ആയിരിക്കും, അതിന്റെ നെഗറ്റീവ്. അതായത് -(A2/A3). എന്ത് രസം! കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ A2, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് A3. ഈ ഫോർമുല കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചത്. അടുത്ത രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള റൂട്ടുകളുടെ പ്രോഡക്റ്റ് എടുത്ത് സം ചെയ്താൽ അത് എന്തിന് ഈക്വൽ ആണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് അത് A1 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് A3 അതിന് ഈക്വൽ ആണ്. 3 പേരെയും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ എന്തിന് ഈക്വൽ ആണ്? കോൺസ്റ്റന്റ് ടേം A0 പിന്നെ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് A3 അതിന്റെ നെഗറ്റീവിന് ഈക്വൽ അല്ല. ഈ എഴുതിയിരിക്കുന്ന ഫോർമുല കാണാതെ പഠിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് മാറ്റിയത്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു -A2/A3. ആൽഫ ബീറ്റ പ്ലസ് ഗാമ ആൽഫ പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു A1/A3. ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു -A0/A3. കഴിഞ്ഞു. ഇനി ഇതേപോലെ ഞാൻ പൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ 4th ഡിഗ്രിക്കും മാറ്റം വരുത്തുന്നുണ്ട്. A4 × x⁴ പ്ലസ് A3 × എക്സ് ക്യൂബ് പ്ലസ് A2 × എക്സ് സ്ക്വയർഡ് പ്ലസ് A1 × എക്സ് പ്ലസ് A0 ഈക്വൽ ടു 0. A സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് A2 ആണെന്നും എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് A³ ആണെന്നും ഒക്കെ നമുക്ക് പെട്ടെന്ന് A3 ആണെന്നും പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അവർക്ക് 4 സൊല്യൂഷൻ ആണുള്ളത്. ആ 4 സൊല്യൂഷൻ ആൽഫ ബീറ്റ ഗാമ ആൻഡ് ഡെൽറ്റ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ 3 പേരുടെ സമ്മ് എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് A3 ഡിവൈഡഡ് ബൈ x⁴ കോഎഫിഷ്യന്റ് A4 അതിന്റെ നെഗറ്റീവിന് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തൊരു വിയേർഡ് ആയിട്ടുള്ള ഒരാളാണ്, ശ്രദ്ധിക്കുക. ആൽഫയും ബീറ്റയും കൂടെ കൂട്ടുക, ഗാമയും ഡെൽറ്റയും കൂടെ കൂട്ടുക. അതായത് 2 വ്യത്യസ്തരായ 4 റൂട്ടുകളുണ്ട്. അതില് വ്യത്യസ്തരായ രണ്ടുപേരെ സം ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
എന്നിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെച്ച് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് വെച്ച് രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാവരും കൂടെ ആഡ് ചെയ്യുക. ഇത് എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് A2 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4ന്റെ കോയഫിഷ്യന്റ് A4 അതിന്റെ നെഗറ്റീവിന് ഈക്വൽ ആണ്. ഇനി അടുത്ത് അതിനേക്കാൾ വിയേർഡ് ആയിട്ടുള്ള സം, ആൽഫ ഇൻറ്റു ബീറ്റ ബ്രാക്കറ്റിന്റെ അകത്ത് ബാക്കി രണ്ടുപേരുടെ സം, എന്നിട്ട് ഇവിടെ രണ്ട് സം എടുത്തവരുടെ പ്രോഡക്റ്റ്, എന്നിട്ട് ഇവിടെ രണ്ട് പ്രോഡക്റ്റ് എടുത്തവരുടെ സം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കോയഫിഷ്യന്റ് ഓഫ് എക്സ് A1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 A4 അതിന്റെ നെഗറ്റീവിന് ഈക്വൽ ആണ്. ഇനി മൂന്ന് പേരുടെയും കൂടെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഗാമ ഇൻറ്റു ഡെൽറ്റ is equal to constant term, that is A0 divided by A raised to 4. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. ഇവിടെ പറയുന്ന കാര്യം ഇവരൊക്കെയാണ്. കഴിയും. ഇവിടെ എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഒരു എന്താണ് ആ ഒരു മൈനസ് സൈൻ്റെ കാര്യം. Yeah, just a second. C by A x squared coefficient. ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, പ്ലസ് ആണ്. ഇവിടെ ഇവര് മൈനസ് ഇട്ടേക്കുന്ന തെറ്റാണ് കേട്ടോ, ടെക്സ്റ്റിലെ തെറ്റാണ്. ഇത് മൈനസ് ഇല്ല, ഇത് പ്ലസ് ആണ് കേട്ടോ, ടെക്സ്റ്റിലെ തെറ്റാണ്. ഞാനൊന്ന് നെറ്റിൽ നോക്കിയപ്പോൾ നമുക്കത് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ബാക്കിയൊന്നും കുഴപ്പമില്ല, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഓക്കെ, ഇതിൽ മാത്രം നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ആണ്. അതായത് വേറൊന്നുമല്ല, ആൾട്ടർനേറ്റ് പ്ലസും മൈനസും ആണ്. അതായത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് മൈനസ്, ഇയാൾക്ക് പ്ലസ്, ഇയാൾക്ക് മൈനസ്, അതേപോലെ ഇവിടെ മൈനസ് പ്ലസ് മൈനസ് പിന്നെ പ്ലസ്, ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് മൈനസ് അല്ല, ഇത് പ്ലസ് ആണ്. കഴിഞ്ഞു. ഈ ബന്ധമാണ് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലങ്ങളെല്ലാം ചെയ്യാം. അവിടെയും ഞാൻ ഇതുപോലത്തെ റിലേഷൻ പറഞ്ഞു, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസിലും അവിടെയും ഇതുകൊണ്ടുള്ള പ്രോബ്ലങ്ങളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്, വളരെ രസമാണ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. സോൾവ്. ഈ ക്വസ്റ്റ്യനും ഒരു മിസ്റ്റേക്ക് ആണ്. 2x³ മൈനസ് 15 ഇൻറ്റു എക്സ് സ്ക്വയർഡ് ആണ് കേട്ടോ, എക്സ് സ്ക്വയർഡ് ആണ്, പ്ലസ് 37x മൈനസ് 30 ഈക്വൽ ടു 0. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. 2x³ മൈനസ് 15x², 2x³ മൈനസ് 15x² plus 37x minus 30 equal to 0. Plus 37x plus 37x minus 30 equal to 0. ഇതാണ് ഇയാളുടെ റൂട്ട്. ഇയാളെ സോൾവ് ചെയ്യണം, അതായത് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഉത്തരം കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുമില്ല. കൂടെ ഒരു കാര്യം പറഞ്ഞു, സോൾവ് ആണ്. ഇഫ് റൂട്ട്സ് of the roots of the polynomial are in AP. Forms an AP. അതായത് ഇവരുടെ റൂട്ട് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യും. അതായത് ഇവിടെ റൂട്ട് 268 ആയിരിക്കാം, 610 ആയിരിക്കാം. കണ്ടോ, 4 കൊണ്ട് കൂട്ടി പോകും.
അല്ലെങ്കിൽ ചിലപ്പോ 3 7 11 ആയിരിക്കാം. കണ്ടോ, 4 കൊണ്ട് കൂട്ടി കൂട്ടി പോകും. ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കാം ഇവരുടെ എന്തിരിക്കുന്നത്, റൂട്ട്സ് ഇരിക്കുന്നത്. ആ മാത്രമേ ഉള്ളൂ ക്ലൂ. അത് വെച്ച് എന്ത് കണ്ടുപിടിക്കണം, ഇവരുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എടുക്കുന്നു ലെറ്റ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ബി ദ റൂട്ട്സ്. ആൽഫയും ബീറ്റയും ഗാമയും അതിന്റെ റൂട്ട്സ് ആയിക്കോട്ടെ. ഇവർ പറയുന്നത് ഇത് എ പിയിലുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോ ബീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ടേം ആയിട്ട് സ്മോൾ എ ആയിട്ട് ഞാൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗാമ അതിന്റെ ആൽഫ അതിന്റെ തൊട്ട് മുമ്പത്തെ ടേം ആണല്ലോ. കോമൺ ഡിഫറൻസ് കൂട്ടി പോകുമ്പോഴാണല്ലോ ഫ്രണ്ടിലോട്ട് പോകേണ്ടത്. അപ്പൊ ഇതിന് മുമ്പേ ഉള്ള ആള് എ മൈനസ് കോമൺ ഡിഫറൻസ് ഡി ആയിരിക്കും. ഇത് എ ആണെങ്കിൽ എ മൈനസ് ഡി ആയിരിക്കും അതിന് മുകളിലുള്ള ആൾ. ഗാമ ഇതിന് ശേഷമുള്ള ആളായതുകൊണ്ട് എ പ്ലസ് ഡി. ഇതായിരിക്കും ഇവരുടെ റൂട്ടുകൾ. ആൽഫ എ മൈനസ് ഡി ആയിട്ട് എടുക്കാം, ബീറ്റ എ ആയിട്ട് എടുക്കാം, ഗാമ എ പ്ലസ് ഡി ആയിട്ട്. എ പിയിലുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ തമ്മിലുള്ള വ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി ആണ്. ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം നമുക്കറിയാവുന്ന റിലേഷൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്നൊരു റിലേഷൻ നമുക്കറിയാം. ഈ പുള്ളി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഈ പുള്ളി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -15 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 2. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 15/2. ആൽഫ എന്ന് പറയുന്ന എ മൈനസ് ഡി ആയിട്ട് എടുത്തിട്ടുണ്ട്, ബീറ്റ എ ആയിട്ട് എടുത്തിട്ടുണ്ട്, ഗാമ എ പ്ലസ് ഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. മൈനസ് എയും മൈനസ് ഡിയും പ്ലസ് ഡിയും പോവും. ബാക്കി എ പ്ലസ് എ പ്ലസ് എ 3a ആണ്. 3a ഈക്വൽ ടു 15/2. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 5 ആണ്, 5/2. എയുടെ വാല്യൂ 5 കിട്ടി. ആ എ ആണ് യഥാർത്ഥത്തിൽ ബീറ്റ. അപ്പോ ഒരാളെ കിട്ടി, ബീറ്റ എന്ന് പറയുന്ന ആളെ കിട്ടി 5/2. ബീറ്റ എന്ന് പറയുന്ന ഒരു റൂട്ടിനെ കിട്ടി 5/2. നമുക്കിനി ആൽഫയും കണ്ടുപിടിക്കണം, ഗാമയും കണ്ടുപിടിക്കണം. ആൽഫയും കണ്ടുപിടിക്കണം, ഗാമയും കണ്ടുപിടിക്കണം. അതിന് പകരം ഡി, കോമൺ ഡിഫറൻസ് ആയ ഡി കണ്ടുപിടിച്ചാലും മതി. നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ തന്നിട്ടുള്ള അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ പ്ലസ് ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ഗാമ ഇൻറ്റു ആൽഫ ഈക്വൽ ടു എക്സിന്റെ കോഎഫിഷ്യന്റ് 37 ആണ് ഇവിടെ. എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 37 ഡിവൈഡഡ് ബൈ 2. എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 37 ഡിവൈഡഡ് ബൈ 2. ഇവിടെ എന്തായാലും ബീറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 5/2 ആണ് ബീറ്റ. 5/2 ആണ്. അത് രണ്ടും എഴുതി. പക്ഷെ ആൽഫ എന്ന് പറയുന്നത് എ മൈനസ് ഡി ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് എ 5/2 ആണ്. 5/2 മൈനസ് ഡി ഇൻറ്റു 5/2 പ്ലസ് 5/2 ഇൻറ്റു ഗാമ എ പ്ലസ് ഡി ആണ്. 5/2 പ്ലസ് ഡി പ്ലസ് വീണ്ടും ഗാമ അതും 5/2 പ്ലസ് ഡി. പിന്നെ ആൽഫയാണ്. അത് 5/2 മൈനസ് ഡി 37/2. therefore ഇതിവിടെ കൂട്ടുമ്പോ 5 മൈനസ് 2d വരും. ഇൻറ്റു 5 ഉണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 ഉണ്ട്. 4 വീണ്ടും ഇവിടെ 5/2 ഇവിടെ ഇരിക്കട്ടെ. 5 ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 പ്ലസ് 2d ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. 2 ഇൻറ്റു 2 4. എഗെയിൻ ഇവിടെ 5 പ്ലസ് 2d, ഇവിടെ 5 മൈനസ് 2d, താഴെ 1/4 1/2 ഇൻറ്റു 2. അപ്പൊ 5 പ്ലസ് 2d ഇൻറ്റു 5 മൈനസ് 2d ഈക്വൽ ടു 37/2. എല്ലായിടത്തും ഡിവൈഡഡ് ബൈ 4 കളയാനായിട്ട് ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പോകും. അപ്പുറത്ത് 4 വരും. അപ്പൊ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 5 25, 5 ഇൻറ്റു 2 10 പ്ലസ് 5 ഇൻറ്റു 5 25, 5 ഇൻറ്റു 2 10
പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ 25 മൈനസ് ബി സ്ക്വയർ 4d സ്ക്വയർ ഇസ് ഈക്വൽ ടു 37/2 ഇൻറ്റു 4. ഇവിടെ -4d² ഉണ്ട്. -10d പ്ലസ് 10d ക്യാൻസൽ ആയി പോകും. 25 പ്ലസ് 25 പ്ലസ് 25 25 പ്ലസ് 25 പ്ലസ് 25 75 ഈക്വൽ ടു ഇവിടെ 2 വെട്ടിക്കളയും. 37 ഇൻറ്റു 2 74. Therefore ഞാൻ ഈ 4 -4d² അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ 4d² ആവും. 75നെ 74നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -74 ആവും. 75 മൈനസ് 74 1 ആണ്. Therefore 4d² ഈക്വൽ ടു 1. Therefore d² ഈക്വൽ ടു 1/4. നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ d ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2. ഡിയുടെ വാല്യൂ കിട്ടി പ്ലസ് ഓർ മൈനസ് 1/2. ഡിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1/2. അപ്പൊ d 1/2 ആകാം, -1/2 ആകാം. രണ്ട് സാധ്യതകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ d 1/2 ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് a മൈനസ് ടി ആണ്. a മൈനസ് ടി 5/2 മൈനസ് 1/2 ദാറ്റ് ഇസ് 4/2 ദാറ്റ് ഇസ് 2. ബീറ്റ പിന്നെ ഫിക്സ്ഡ് ആണല്ലോ 5/2. ഗാമ എന്ന് പറയുന്നത് 5/2 പ്ലസ് 1/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6/2 3 5/2 3. ഇതായിരിക്കാം റൂട്ട്. ഇനി അല്ല എങ്കിൽ 1/2 ആണെങ്കിൽ -1/2 ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 5/2 മൈനസ് -1/2 5/2 പ്ലസ് 1/2 6/2 3. ബീറ്റ 5/2 തന്നെ. ഗാമ എന്ന് പറയുന്നത് 5/2 പ്ലസ് -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 2. ഇതായിരിക്കാം നിങ്ങളുടെ സൊല്യൂഷൻ. ഇത് രണ്ടിൽ ആരായാലും നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന ആരാണ്? 3 5/2 5/2 2 3 5/2 2. So solutions are 2, 5/2, 3. നമ്മുടെ റൂട്ടുകൾ 2, 5/2, 3 എന്നായിരിക്കും. 2, 5/2, 3 എന്നായിരിക്കും നമ്മുടെ റൂട്ടുകൾ ഇരിക്കുന്നത്. കഴിഞ്ഞു. ഫൈനൽ ആൻസർ ആണ്. നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ കഴിയും. ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലങ്ങളാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതലും വന്നിരിക്കുന്നത് ഇതുപോലത്തെ പ്രോബ്ലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ക്ലൂ തന്നിരിക്കും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അവർ ചെയ്തിരിക്കുന്ന വേറൊരു രീതിയിലാണ്. അത് കൺഫ്യൂസിങ് ആണ്. അതിനേക്കാൾ എന്തുകൊണ്ട് എളുപ്പം ഇയാളാണ്. ശരി. സോ നെക്സ്റ്റ് അതുപോലത്തെ ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. റൂട്ട്സ് GPയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. അവരവിടെ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് സ്ക്വയർ അല്ല ക്യൂബാണ്. അതാണ് മിസ്റ്റേക്ക്. ശരി, അപ്പൊ അടുത്ത പ്രോബ്ലം ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു 4th ഡിഗ്രി ഉള്ള ഒരു പ്രോബ്ലം ആണ്. 4th ഡിഗ്രി x⁻⁴ - 2x³ + 4x² + 6x - 21 = 0. ഇവരിവിടെ ഇതിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ് ക്ലൂ എന്ന് നോക്കാം. ബീങ് ഗിവൺ ദാറ്റ് ഇറ്റ് ഹാസ് 2 റൂട്ട്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ. ഇതിന് 4 റൂട്ട് ഉണ്ട്. പക്ഷെ അതില് രണ്ടുപേരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അവര് രണ്ട് സെയിം വാല്യൂ ആയിരിക്കും, പക്ഷെ ഡിഫറന്റ് സൈൻ ആയിരിക്കും. അതായത് ഒരാൾ 2 എങ്കിൽ മറ്റേയാൾ -2 ആണ്. ഒരാൾ 10 ആണെങ്കിൽ മറ്റേയാൾ -10 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓക്കെയാണ്, പക്ഷെ സൈൻ വ്യത്യാസമായിരിക്കും. ഇതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതുകയാണ്.
എക്സ് റൈസ് ടു 4 മൈനസ് 2 എക്സ് ക്യൂബ്. എക്സ് റൈസ് ടു 4 മൈനസ് 2 എക്സ് ക്യൂബ്. എക്സ് റൈസ് ടു 4 മൈനസ് 2 എക്സ് ക്യൂബ് പ്ലസ് 4 എക്സ് സ്ക്വയർ പ്ലസ് 6 എക്സ് പ്ലസ് 4 എക്സ് സ്ക്വയർ പ്ലസ് 6 എക്സ് മൈനസ് 21 ഈക്വൽ ടു 0. മൈനസ് 21 ഈക്വൽ ടു 0. അപ്പൊ ഇയാൾക്ക് 4 സൊല്യൂഷൻ ഉണ്ട്. ആൽഫ, രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളുടെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, മൈനസ് ആൽഫ, പിന്നെ ബീറ്റ, ഗാമ. ഇതാണ് ഇയാളുടെ സൊല്യൂഷൻ. ഇവര് പറഞ്ഞല്ലോ 2 പേര്, 4 പേരുടെ കേസറല്ല പറയുന്നത്, 2 പേര്, ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ആൾ നെഗറ്റീവ് ആയിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇയാൾ 10 മൈനസ് 10 അങ്ങനെ. അപ്പൊ ഇതാണ് ബി ദ സീറോസ്. ബി ദ സീറോസ് അല്ലെങ്കിൽ റൂട്ട്സ്. മുകളിൽ എഴുതിയിരിക്കുന്ന പോളിനോമിയലിന്റെ റൂട്ട്സ്, സൊല്യൂഷൻ, സീറോസ് എല്ലാം ഇയാളാണ്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് എല്ലാവരെയും കൂടെ സം ചെയ്താൽ ആൽഫ പ്ലസ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ സം ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് മൈനസ് ടു 2 ഡിവൈഡഡ് ബൈ 1. 2 by 1 2. 2 by 1 2. Therefore my alpha plus minus alpha cancel ആയി പോവും. ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 2. ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 2. ശരി, നമ്മൾ അത് കഴിയും. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള മറ്റൊരു റിലേഷൻ എന്താണെന്ന് പറഞ്ഞാല് രണ്ടുപേരെ ആഡ് ചെയ്യുക, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്ത രണ്ടുപേരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ഒരു റിലേഷൻ ആണ് നമുക്കുള്ളത്. അപ്പൊ ഞാനിവിടെ ആൽഫ പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ഗാമ ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4ന്റെ കോഎഫിഷ്യന്റ് 1. 4/1. ആൽഫ പ്ലസ് മൈനസ് ആൽഫ 0 ആണ്. 0 ഇൻറ്റു ബീറ്റ പ്ലസ് ആൽഫ 0 ആണ്. ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് ആൽഫ സ്ക്വയർഡ് ആണ്. ആൽഫ സ്ക്വയർഡ് പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 4. കിട്ടി. ഇതാണ് അടുത്ത റിലേഷൻ. നെക്സ്റ്റ് ഇവര് തമ്മിലുള്ള അടുത്ത റിലേഷൻ എന്താണെന്ന് വെച്ചാല് രണ്ടുപേരെ സം ചെയ്യുക, രണ്ടുപേരുടെ പ്രോഡക്റ്റ് എടുക്കുക, രണ്ടുപേരെ സം ചെയ്യുക ആൽഫ പ്ലസ് മൈനസ് ആൽഫ, എന്നിട്ട് രണ്ടുപേരുടെ പ്രോഡക്റ്റ് എടുത്ത് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത രണ്ടുപേരെ ആഡ് ചെയ്യണം, എന്നിട്ട് കൂട്ടിയ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4ന്റെ കോഎഫിഷ്യന്റ് 1. ആൽഫ പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ. ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇയാളെ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ഇത് 0 ആവും. ആൽഫ പ്ലസ് മൈനസ് ആൽഫ 0 ആണ്. ഈ ടേം കംപ്ലീറ്റ്ലി 0 ആവും. ഇവിടെ ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -6. പക്ഷേ ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് 2 ആണെന്ന് ഇവർ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതെടുത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ മൈനസ് ആൽഫ സ്ക്വയർഡ് ഇൻറ്റു 2 ഈക്വൽ ടു -6. Therefore alpha squared is equal to -6/2, that is equal to 3. Therefore alpha squared is equal to -3 ആണ്, is equal to 3. Therefore alpha is equal to plus or minus √3. ആൽഫ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് √3 ആണ്. ആൽഫ +3 ആവുമ്പോൾ മൈനസ് ആൽഫ അടുത്തത് -3 ആവും, -√3 ആവും. ആൽഫ -√3 ആകുമ്പോൾ മറ്റേ ആൾ മൈനസ് ഓഫ് -√3 പ്ലസ് √3 ആവും. അപ്പൊ ആൽഫയുടെ വാല്യൂ കിട്ടി പ്ലസ് ഓർ മൈനസ് √3. ആൻഡ് ഫൈനലി നമ്മുടെ കയ്യിലുള്ളത് ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ, 3 പേരുടെയും പ്രോഡക്റ്റും കൂടെ ആകുന്നത് എന്താണ്? ലാസ്റ്റ് കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് -21. ഇവിടെ മൈനസ് ഇല്ല, പ്ലസ് ആണ്. +21/1.
ഓക്കെ, കഴിഞ്ഞു. സോറി, ജസ്റ്റ് എ സെക്കൻഡ്, ഒന്ന് നോയിക്കോട്ടെ. ആദ്യത്തെ ആൾക്ക് നെഗറ്റീവ് ആദ്യത്തെ ആൾക്ക് നെഗറ്റീവ് ഇട്ടു, പിന്നെ പോസിറ്റീവ് ഇട്ടു, നെഗറ്റീവ് ഇട്ടു. ശരി, ഇത് മൈനസ് ആണ് കേട്ടോ, എനിക്ക് തെറ്റിപ്പോയത്. അവസാനത്തെ ആൾക്ക് നെഗറ്റീവ് ഉള്ള വാല്യൂ അതേപോലെ എഴുതി -20. Therefore, alpha into minus alpha, alpha into minus alpha, alpha into minus alpha, √3 into minus √3, √3 into minus √3, -3 into beta gamma equal to -21. Therefore, beta gamma equal to 21, -21 by -3, that is equal to 7. ബീറ്റ ഗാമ എന്ന് പറയുന്നത് 7 ആണ്. ബീറ്റ ഗാമ 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ എടുത്ത് ഇവിടെ കൊടുക്കുന്നു, ഇയാളെ എടുത്ത് ഇവിടെ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ -α², -α² -3 ആണ്. പ്ലസ് സോറി, ബീറ്റ ഗാമ അത് കിട്ടിയിട്ട് കാര്യമില്ല. സോറി, അത് ചെയ്യാൻ പറ്റില്ല. ശരി, അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ എടുത്ത് തരുന്നു. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും എടുത്ത് തരുന്നതാണ്. ഫസ്റ്റ് ഇക്വേഷൻ beta plus gamma is equal to 2. Beta plus gamma is equal to 2. അടുത്ത beta into gamma is equal to 7. Beta into gamma is equal to 7. Therefore, gamma is equal to 2 minus beta. Gamma എടുത്ത് ഇവിടെ കൊടുക്കുന്നു. Beta into 2 minus beta is equal to 7. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 beta minus beta squared is equal to 7. ഇവർ രണ്ടുപേരും അകത്തേക്ക് എടുക്കുമ്പോൾ -β² β² ആവും. 2 beta minus 2 beta ആവും. +7 equal to 0. +7 is equal to 0. അപ്പോ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇയാളെ സോൾവ് ചെയ്യണം. ഇയാളെ സോൾവ് ചെയ്യാൻ ബീറ്റ ഈക്വൽ ടു -b, അതായത് -2 2 ± √b², 4 minus 2 into 4 minus b², 4 minus b² minus 4 into a into c, b² minus 4 into a into c divided by 2 into a. Therefore, this is equal to 2 ± ഇവിടെ 28 ആണ്. 4 minus 28 -24 ഡിവൈഡഡ് ബൈ 2. നെഗറ്റീവ് വന്നിരിക്കുകയാണ് റൂട്ടിന്റെ അകത്ത്. കുഴപ്പമാണ്. പക്ഷെ നമുക്ക് കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കോംപ്ലക്സ് സൊല്യൂഷനിലേക്ക് പോവാം. Therefore, this is equal to, ഇവിടെ 4 റൂട്ടിന്റെ വെളിയിൽ എടുക്കുന്നു, 4 റൂട്ടിന്റെ വെളിയിൽ എടുക്കുമ്പോൾ 2 ആവും. ഇവിടെ നിന്ന് 4 വെളിയിൽ എടുക്കുമ്പോൾ 6 ആകും. 6 ഇൻഫാക്ട് -6 ഡിവൈഡഡ് ബൈ 2. 2 മുകളിൽ താഴെ വെട്ടിക്കളയുന്നു. 1 ± √6i. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ബീറ്റ കിട്ടി. ഗാമ നോക്കുമ്പോൾ നമുക്ക് 1 ± √−6/i എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഒന്ന് √3, മറ്റവൻ -√3, അടുത്തയാള് 1 + √6 into i, അടുത്തയാള് 1 - √6 into i. ഇതാണ് ഈ തന്നിട്ടുള്ള 4th ഡിഗ്രി പോളിനോമിയലിന്റെ 4 സൊല്യൂഷൻ. വീണ്ടും പറയുന്നു, ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇങ്ങനെ എഴുതി നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവും നെഗറ്റീവും ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല, വാല്യൂ ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ ആൽഫ മൈനസ് ആൽഫ എന്ന് പറഞ്ഞ ആദ്യത്തെ 2 റൂട്ടിനെ എടുത്തു. മൂന്നാമത്തതായിട്ട് ബീറ്റയും ഗാമയും എടുത്തു. 3 പേരുടെ സം എന്താണെന്നുള്ള ഫോർമുല എഴുതാം, അത് വെച്ചൊരു റിലേഷൻ ഉണ്ടാക്കി. പിന്നെ മറ്റേ അടുത്ത റിലേഷൻ അറിയാം, അവിടെ വെച്ച് വേറൊരു കാര്യം ഉണ്ടാക്കി. മൂന്നാമത്തെ കാര്യം അറിയാം, അത് വെച്ച് പുതിയതൊരെണ്ണം ഉണ്ടാക്കി. ആൻഡ് ഫൈനലി ഏറ്റവും അവസാനത്തെ ഒരു കാര്യം, അവസാനത്തെ ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ ഇൻറ്റു ഡെൽറ്റ, അത് ഉപയോഗിച്ച് മറ്റൊരു കാര്യം ഉണ്ടാക്കി. എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ ആളെ 7th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. അടുത്ത റൂട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഈ 4 പേര് √3 -√3, 1 +
സിക്സ് ഇൻറ്റു ഐ, 1 - √6 × I. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. സിമിലർലി ഇവിടെ ഇഷ്ടംപോലെ പ്രോബ്ലങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളുണ്ട്. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മീൻസ് ബൈ ക്വാഡ്രാറ്റിക് ഓർ ക്യൂബിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരിക്കും എപ്പോഴും പ്രോബ്ലം. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നിരിക്കും. ഇത് എന്തെങ്കിലും ഒരു കാര്യവും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ശരി, അപ്പോ നമ്മുടെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻ, ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ശരി, അപ്പൊ നമ്മള് അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണ്. അടുത്ത യൂണിറ്റ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. അപ്പോ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നതും ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതുമായിട്ട് വരുന്നതാണ് അടുത്ത ബ്ലോക്ക്. ഈ ബ്ലോക്കില് നമ്മൾ അധികവും കോർ പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. പുതുതായി ഒന്നും പഠിക്കുന്നില്ല. കോർ പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. പ്ലസ് ടുവിലെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ പാടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ പാടായിരിക്കും. ആ പ്ലസ് ടു സമയത്തുള്ള ടഫായിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ഈ ഇരിക്കുന്നത്. ശരി, അപ്പോ ഡിഫറൻസിയേഷൻ പഠിക്കുന്നു. അതിനു മുമ്പേ ആദ്യം തന്നെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും എന്താണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല, വളരെ ചുരുക്കിയാണ് എന്താണ് ലിമിറ്റിനെ പറ്റി പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഫംഗ്ഷൻ f(x) എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. f(x) = x² എന്ന ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. f(x) = x². നിങ്ങളോട് f(2) പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കും. 2² 4 കിട്ടും. f(3) കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കും. 3² 9 കിട്ടും. സിമ്പിൾ പരിപാടി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ് 2 കൊടുക്കണ്ട. പകരം 2ന്റെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1.9, 1.99, 1.9999, അങ്ങനെ 2ന്റെ തൊട്ടടുത്തുള്ള 1.9, 1.99, 1.999, അങ്ങനെ 2ന്റെ തൊട്ടടുത്തുള്ള നമ്പർ തൊട്ടിരിക്കുക. അതേപോലെ 2ന്റെ അപ്പുറത്തെ സൈഡ് എന്ന് 2.1, 2.01, 2.00001, ഇങ്ങനത്തെ നമ്പർ കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് നോക്കുക ഈ കൊടുത്തിട്ട് കിട്ടുന്ന ഉത്തരം എങ്ങോട്ടേക്ക് പോകും. മര്യാദയ്ക്ക് 2 എന്ന വാല്യൂ ഇവിടെ കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അതിന്റെ വളരെ തൊട്ടടുത്ത് കിടക്കുന്ന കുറെ നമ്പർ എടുത്ത് എന്ത് ചെയ്തു, ഫംഗ്ഷൻ അങ്ങ് ചുമ്മാ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. എന്നിട്ട് ആ കിട്ടിയ ഉത്തരങ്ങളെയാണ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കിട്ടിയ ഉത്തരങ്ങൾ എങ്ങോട്ട് പോകുന്നു? ആ കിട്ടിയ ഉത്തരങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് 4ലേക്ക് പോകുമായിരിക്കും. 4ലേക്ക്. അതാണ് ലിമിറ്റ്. നിങ്ങൾ f(x) = 2 കൊടുത്താലും 2² 4 കിട്ടും. അതേസമയം ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 4 കിട്ടും. ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയിൽ തൊട്ടടുത്തുള്ള ആൾക്കാരെ കൊടുത്ത് ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്ന് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിനെയാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു ക്വസ്റ്റ്യൻ കാണാം. എന്താണ്? ലിമിറ്റ് x → 3, ലിമിറ്റ് x → 3, x³ - 9 × x² - 3. അതായത് 3ലേക്ക് പോകുന്ന വഴിയുള്ള വാല്യൂ കൊടുത്തോണ്ടിരിക്കുക. 3ലേക്ക് പോകുന്ന വഴിയുള്ള വാല്യൂ അത് 2.9, 2.99, 2.99, 3.1, 3.01, 3.001. എന്നിട്ട് ഇയാള് എങ്ങോട്ട് പോകുന്നു അനലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും മര്യാദയ്ക്ക് കൊടുത്താൽ പോരെ. മര്യാദയ്ക്ക് കൊടുത്ത് നോക്കാം. നമുക്ക് മര്യാദയ്ക്ക് കൊടുത്തു നോക്കാം. 3² - 9 /
3 മൈനസ് 3. 3 സ്ക്വയർ 9 ആണ്. 9 മൈനസ് 9 ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 0. ദാറ്റ് 0/0. ഇങ്ങനത്തെ ഫോർമാറ്റിൽ വരാറുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പഠിക്കണം. നേരെ എടുത്തു കൊടുത്താൽ 0 കിട്ടും. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതിന്റെ ലിമിറ്റ് 6 ആണ് താനും. അതായത് നിങ്ങൾ 3ന്റെ അപ്പുറം ഇപ്പുറമുള്ള നമ്പർ, അടുത്തടുത്തുള്ള നമ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കും തോറും ആ ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് എത്തുകയാണ്? ആറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ലോകത്തൊന്നും ഇല്ലാത്തൊരു നമ്പറിലേക്കല്ല, 0/0 എന്ന നമ്പറിലേക്കല്ല പോകുന്നത്. അത് അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ലിമിറ്റ് കൊടുക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് തൊട്ടടുത്തുള്ള നമ്പരെല്ലാം കൊടുത്തിരുന്ന് ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്ന് കണ്ടുപിടിക്കാൻ തലയ്ക്ക് വട്ടൊന്നുമില്ല. അപ്പോ അതിന് ഒരു ഈസി മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് കൊടുക്കാൻ കഴിയും, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ അങ്ങ് കൊടുത്തേക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ 2x² കൊടുത്താൽ 4 ആവും. വേറെ ബുദ്ധിമുട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ, വേറെ ഒരു പ്രശ്നം സംഭവിക്കുന്നില്ല. അത് നേരെ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല, ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നു. അതായത് ഒരു വാല്യൂ കൊടുത്തപ്പോ തീരെ പോരാത്തൊരു റിസൾട്ടാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് രസമിരിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ ഒരു കളിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷനെ പറ്റി അറിയേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? എങ്ങനെ ഈ ലിമിറ്റ് കണ്ടുപിടിക്കും? അതിനുള്ള ഒബ്ജക്റ്റീവാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്. ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല, അതിനു മുമ്പ് മറ്റു കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ലിമിറ്റിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അയാളെ കറസ്പോണ്ട് ചെയ്ത ഒരു ഫിഗർ, ഒരു പടം നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി അനുസരിച്ച് നമുക്കൊരു ചാർട്ട് പേപ്പറിൽ വരയ്ക്കാൻ കഴിയും അയാളുടെ ഫിഗർ. അങ്ങനെ ഒരു ഫംഗ്ഷന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ കൈ എടുക്കേണ്ടി വരുന്നില്ല എങ്കിൽ, കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കൈ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് വരും, അതുകൊണ്ട് അതൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവും. അതാണ് കണ്ടിന്യൂറ്റിയും ഡിസ്കണ്ടിന്യൂറ്റി. അതാണ്. അടുത്ത ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞു തരികയാണെങ്കിൽ, ഫംഗ്ഷന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവും ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവും മര്യാദയ്ക്ക് ആ ഫംഗ്ഷന്റെ അകത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ സെയിം ആണ് എങ്കിൽ അതിനെ കണ്ടിന്യൂസ് എന്ന് പറയാം. ഫംഗ്ഷനെ കണ്ടിന്യൂസ് എന്ന് പറയാം. തൊട്ടു മുമ്പേ കണ്ട എക്സാമ്പിൾ കണ്ടല്ലോ അല്ലേ? അതിന് സോറി, ആ ഒരു ക്വസ്റ്റ്യനില് 3 കൊടുത്തപ്പോ നമുക്ക് 0/0 എന്ന ഒരു നമ്പറാണ് ഉത്തരമായിട്ട് വന്നത്, ലിമിറ്റ് ആയിട്ട് വന്നത്. പക്ഷേ അതേസമയം അവരവിടെ സോൾവ് ചെയ്തതിൽ അതിന്റെ ഉത്തരമായി വന്നത് എന്താണ്? 6 ആണ്. നിങ്ങൾ ഡയറക്ട്ലി ഫംഗ്ഷനിൽ കൊടുത്ത് കിട്ടുന്ന ആൻസർ ആണ് എഫ് ഓഫ് എ. ഡയറക്റ്റ് ഫംഗ്ഷനിൽ കൊടുത്ത് കിട്ടുന്ന ആൻസർ ആണ് എഫ് ഓഫ് എ. ഓക്കെ, ശരി. അപ്പൊ ആ എഫ് ഓഫ് എയും ലിമിറ്റും ഈക്വൽ ആവുക. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഇത്രയും പ്രൊഫസറൊന്നും കാണിക്കണ്ട, ഫംഗ്ഷന്റെ അകത്ത് എ കൊടുത്താൽ മതി. അപ്പോഴും ഈക്വൽ ആണ് എങ്കിൽ ആ ഫംഗ്ഷൻ എന്തായി മാറും? കണ്ടിന്യൂസ് ആയി മാറും. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക. അതായത് അയാൾ ഒരു വേരിയബിളിനനുസരിച്ച് അയാൾക്ക് വരുന്ന മാറ്റത്തിന്റെ അളവ്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്.
dy/dx പറഞ്ഞാലും അത് തന്നെ വൈയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്. dy/dx എന്ന് പറഞ്ഞാലും അത് തന്നെ വൈയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡിഫറൻസിയേഷനിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അഫ്കോഴ്സ് ഇവിടെ ഇഷ്ടം പോലെ അതിന്റെ റൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം വളരെ വലിയ തിയറിയാണ്. അതിന്റെ ഒന്നും ആവശ്യം പരീക്ഷയ്ക്ക് വരുമെന്ന് തോന്നുന്നില്ല. ശരി, ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഫോർമുലകളാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0 ആയിരിക്കും. നിങ്ങൾക്കൊരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കോൺസ്റ്റന്റിന് മാറ്റമില്ല, അതുകൊണ്ട് മാറ്റത്തിന്റെ തോതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എടുക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ അകത്തൊരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ള ആളുടെ ഡെറിവേറ്റീവ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, സോറി, സീനെ പുറത്തേക്ക് എടുത്തിട്ടില്ല. സീനെ പുറത്തേക്ക് എടുത്തിട്ട് ആ ഫംഗ്ഷന് മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതിയാവും. നെക്സ്റ്റ് സം ആൻഡ് ഡിഫറൻസ് റൂൾ. അതായത് രണ്ട് ഫംഗ്ഷനുകളെ സം ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നതും ഓരോരുത്തരെ ഡെറിവേറ്റീവ് എടുത്ത് സം ചെയ്യുന്നതും ഒന്ന് തന്നെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് റൂൾ ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന തെറ്റാണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിന്റെ പ്രോഡക്റ്റ് റൂൾ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിന്റെ പ്രോഡക്റ്റ് എടുക്കുന്ന റൂളാണ് നിങ്ങൾ കാണുന്നത്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്, പ്രോഡക്റ്റ് റൂൾ. അപ്പൊ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്കെയിലാർ ആണെങ്കിൽ അയാൾ വെളിയിൽ എടുത്തിട്ട് ഡെറിവേറ്റീവ് എടുത്താൽ മതിയാവും. സം ആണെങ്കിൽ ഓരോരുത്തരുടെ ഡെറിവേറ്റീവ് എടുത്ത് സം ചെയ്താൽ മതിയാവും. മൈനസ് ആണെങ്കിൽ അത് തന്നെ ഓരോരുത്തരുടെ ഡെറിവേറ്റീവ് എടുത്ത് മൈനസ് ചെയ്താൽ മതിയാവും. പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു സ്പെസിഫൈഡ് റൂൾ ഉണ്ട്. ആദ്യത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആളുടെ ഡെറിവേറ്റീവ് പ്ലസ് ആദ്യത്തെ ആളുടെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ആൾ. ഇനി അടുത്ത റൂള് നിങ്ങൾ ശ്രദ്ധിക്കുക. പവർ റൂള്. ഇത് എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്നിനെ ഫ്രണ്ടിലേക്ക് ഇടണം, എന്നിട്ട് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. എന്നിനെ ഫ്രണ്ടിലേക്ക് ഇടണം, എന്നിട്ട് എക്സിന്റെ പവർ ഇനി പഴയ ആളിൽ നിന്ന് ഒന്ന് കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് വരുന്നത് കോഷ്യന്റ് റൂൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ റൂൾ. രണ്ടുപേരുടെ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെ ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ ഡിവിഷന്റെ ഡെറിവേറ്റീവ് എടുക്കാനാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ പഴയ ആളുടെ സ്ക്വയർ ആണ്. ന്യൂമറേറ്റർ ശ്രദ്ധിക്കുക. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. കാരണം ആദ്യം ഡിനോമിനേറ്ററിന് സ്ക്വയർ വേണം താഴെ ഇടാൻ. ഡിനോമിനേറ്റർ ഉപയോഗിച്ച സ്ഥിതിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഡിനോമിനേറ്റർ ഉപയോഗിക്കരുത്. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വേണം എടുക്കാൻ. എന്നിട്ട് മൈനസ് ന്യൂമറേറ്ററിനെ വെറുതെ വിടുക, എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇതാണ് കോഷ്യന്റ് റൂൾ. ഇത്രയും റൂളുകളാണ് ഇവരിവിടെ പറയുന്നത്. അതിൽ കൂടുതലൊന്നും ഇവരിവിടെ സംസാരിക്കുന്നില്ല. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ താഴോട്ട് സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഇ റൈസ് ടു എക്സ് എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ.
ഇ റൈസ് ടു എക്സ് എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ അയാൾക്കൊരു മാറ്റമില്ല. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. നെക്സ്റ്റ് ലോഗ് എ എക്സ്. ലോഗ് എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ് മാറ്റമാണ് കേട്ടോ. നേരത്തെ ലോഗ് എൽ എൻ നാച്ചുറൽ ലോഗരിതമാണ്. ഇവിടെ ലോഗിന്റെ ബേസ് മാറ്റിയിട്ടുണ്ട്. ലോഗ് ടു ദ ബേസ് എ ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പക്ഷെ അതിന്റെ കൂടെ ലോഗ് എ ഓഫ് ഇയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ലോഗ് എ ഓഫ് ഇയും കൂടെ മൾട്ടിപ്ലൈ ശ്രദ്ധിക്കുക. അടുത്ത എ റൈസ് ടു എക്സ്. എ റൈസ് ടു എക്സ്, ഇ റൈസ് ടു എക്സ് ഓയിലർ നമ്പർ ആണ്. ഇ റൈസ് ടു എക്സ് നമ്മൾ കണ്ടു. എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. എ റൈസ് ടു എക്സ് അതേപോലെ എഴുതും, പക്ഷെ ഇൻറ്റു ലോഗ് എ. ഇൻറ്റു ലോഗ് എ ഉണ്ട്. ഇതാണ് എന്ത് നമ്മുടെ ഫോമുലകൾ. നമ്മുടെ ഫോമുലകൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ചില ആൾക്കാരെ ഉപയോഗിച്ച് ചില പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പോവാണ്. ചില പ്രോബ്ലങ്ങൾ ഞാനിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ ചെന്ന് ചെയ്ത് നോക്കണം എന്താണ് ഡെറിവേറ്റീവ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എക്സ് സ്ക്വയർ ഒരു ഫംഗ്ഷൻ, അതിന്റെ കൂടെ മറ്റൊരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഇതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. Therefore, this is equal to x square into e raised to x ന്റെ ഡെറിവേറ്റീവ് അയാൾ തന്നെയാണ്, വേറെ ആരും അല്ല എന്ന് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇത് എക്സ് സ്ക്വയർ ആണ്, അതായത് എക്സിന്റെ മുകളിൽ പവർ 2 ആണ്. അപ്പൊ നമുക്ക് 2 പുറത്തേക്ക് വിടണം. എക്സ് റൈസ് ടു 2 മൈനസ് 1 1. Therefore, this is equal to x squared e raised to x plus 2x, sorry, 2x e raised to x. ഇതാണ് ഡെറിവേറ്റീവ്. ഇതാണ് ഡെറിവേറ്റീവ്. ഇനി അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്ത പ്രോബ്ലം, log x by x d by dx of log x which is equal to denominator square into denominator into derivative of numerator. Log x ന്റെ derivative 1/x minus numerator into derivative of denominator. ഇത് x ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1 ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി എക്സും വെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, എന്നിട്ട് 1 ആവുന്നു എന്ന് ചിന്തിക്കാം. അല്ലാതെ നമ്മുടെ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പവർ 1 എക്സ് റൈസ് ടു പവർ മൈനസ് 1 എക്സ് റൈസ് ടു പവർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് 1 മൈനസ് 1 0. എനി നമ്പർ റൈസ് ടു 0 ഈസ് 1. therefore 1. അതുകൊണ്ടാണ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയത്. ഈ എക്സ് ഇൻറ്റു ലോഗ് എക്സ് 1 ആവും, തമ്മിൽ വെട്ടിപ്പോയിട്ട് 1 ആവും. മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന രീതി. നമുക്ക് ഫോർമുല വളരെ കുറച്ച് ഫോർമുലയേ ഉള്ളൂ. ഫോർമുലയും ഒരുപാട് ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. നിങ്ങൾ അത് സ്വയം ചെയ്തു നോക്കിയിട്ട് ഡൗട്ട് ഉള്ളത് ചോദിക്കുക.
ഓക്കെ ഫൈൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളാണുള്ളത്. അതിന്റെ കൂടെ ചെയിൻ റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ചെയിൻ റൂൾ ഇത് നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന ഡിഫറൻസിയേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റൂളാണ് ചെയിൻ റൂൾ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം, ചെയിൻ റൂൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ചെയിൻ റൂൾ വേറൊന്നുമല്ല, ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ കിടക്കുകയാണെങ്കിൽ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കണമെന്നുള്ള റൂളാണ്. ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ കിടക്കുകയാണെങ്കിൽ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കണമെന്നുള്ള റൂളാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ എഫിന്റെ അകത്ത് ജി ഓഫ് എക്സ് കിടക്കുന്നു. എഫിന്റെ അകത്ത് ജി ഓഫ് എക്സ് കിടക്കുന്നു. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോ അയാളുടെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് പുറത്തുള്ള ആളുടെ ഡെറിവേറ്റീവ് എടുക്കണം. എഫ് ആണല്ലോ പുറത്തുള്ള ആള്, എഫിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതിനകത്തുള്ള എക്സ് അതിനകത്തുള്ള ജി എക്സ് ഡെറിവേറ്റീവിന്റെ അകത്ത് അതുപോലെ തന്നെ കൊടുക്കണം, മാറ്റരുത്. എന്നിട്ട് അകത്തിരിക്കുന്ന ജി എക്സിന്റെ ഡെറിവേറ്റീവ് വേണം എടുത്ത് പ്രത്യേകം എഴുതാൻ. വീണ്ടും പറയുന്നത്, നമ്മുടെ ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ്? മനസ്സിലാക്കാനുള്ളത് അത് എന്താണ്, ചെയിൻ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ്. അത് ചെയ്യേണ്ട രീതി, പുറത്തുള്ള ആളുടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ പുറത്തുള്ള ആള് എക്സിൽ എന്താണോ പിടിച്ചിരിക്കുന്നത് അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. എന്നിട്ട് അതിന്റെ കൂടെ അകത്തുള്ള ആളുടെ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇവരിവിടെ ചെയിൻ റൂൾ എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ y is equal to x square plus 2 into 2 raised to 2 by 3. y is equal to x square plus 2 raised to 2 by 3. x square plus 2 raised to 2 by 3. ശരി, അപ്പൊ നമ്മൾ ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് എടുക്കുന്നു, ആദ്യം തന്നെ dy by dx ഡെറിവേറ്റീവ് എടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അയാളുടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷനാണ് റേസ് ടു 2 by 3. റേസ് ടു 2 by 3 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന ആളുടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷനാണ്. അതായത് പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എനിത്തിങ് റേസ് ടു 2 by 3. പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എനിത്തിങ് റേസ് ടു 2 by 3. അയാളുടെ ഡെറിവേറ്റീവ് പവർ ഇൻറ്റു 2 by 3 ഇൻറ്റു എക്സ് റേസ് ടു പവർ മൈനസ് 1. പക്ഷെ അതിൻ്റെ അകത്ത് കിടക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 റേസ് ടു പവർ മൈനസ് 1. അതായത് 2 by 3 minus 1, that is equal to 2 minus 3 by 3, that is power minus 1 by 3, equal to minus 1 by 3, is equal to minus 1 by 3. അതിനുശേഷം എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് 0, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2x 4x divided by 3 into x square plus 2 the whole raised to minus 1 by 3. അപ്പൊ പുറത്തുള്ള ഫംഗ്ഷനെ തിരിച്ചറിയുക, അയാളുടെ ഡെറിവേറ്റീവ് എടുക്കുക, അയാൾക്കകത്ത് പഴയ ആൾ അതേപോലെ കൊടുക്കുക. അതിനുശേഷം മാത്രം അകത്തുള്ള ആളുടെ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ one more question. Y is equal to x square into e raised to x square.
y is equal to x square plus e raised to x squared. Y is equal to x square plus into e raised to x squared. അപ്പൊ ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു രണ്ടുപേരുടെ സം ആണ്. ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഡെറിവേറ്റീവ് എടുത്താൽ മതിയാവും. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ് പ്ലസ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സ് ആണ് കിടക്കുന്നത്. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആയിരുന്നു. പക്ഷെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർ ആണ്. ഉള്ളിൽ കിടക്കുന്ന എക്സ് സ്ക്വയർ ആണ്. അകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർ ആണ്. ഇ റൈസ് ടു എക്സ് സ്ക്വയർ. ഇയുടെ ഡെറിവേറ്റീവ് ഇ തന്നെ ആയതുകൊണ്ട് ഇ റൈസ് ടു എക്സ് കിട്ടി. ഇനി റൈസ് ടു എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് 2x. ദാറ്റ് ഇസ് ഈക്വൽ ടു 2x. ദാറ്റ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2x ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ. 2x പ്ലസ് 2x ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ. ഇതായിരിക്കും ഈ ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ. കഴിഞ്ഞു. അപ്പൊ ഇതാണ് ചെയിൻ റൂളിനെ പറ്റി പറയാനുള്ളത്. ചെയിൻ റൂളിനെ പറ്റി പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒരു ഇക്വേഷന്റെ പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അയാളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അയാളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ശരി, അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഞാനിവിടെ പ്രൊസീജിയർ നമ്മളെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ വൈറ്റ് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എക്സിനെ ടി എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ തരും. എഫ് ഓഫ് ടി. വൈനെ ടി എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ തരും. നേരത്തെ സത്യം പറഞ്ഞ എക്സും വൈയും ഒക്കെ മിക്സ് ആക്കി ഒരുമിച്ചാണ് തന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം കളി മാറും. എന്താണ്? എക്സിനെ പ്രത്യേകം ഒരു വേരിയബിളിൽ എഫ് ഓഫ് ടി, വൈനെ പ്രത്യേകം മറ്റൊരു വേരിയബിൾ തരും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കണം. അതായത് ടി കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കണം രണ്ട് സൈഡും. ഡി എക്സ് ബൈ ഡി ടി എഫ് ഡാഷ് ഓഫ് ടി, ഡി വൈ ബൈ ഡി ടി, ഇവിടെയും ടി വെച്ച് ഡെറിവേറ്റീവ് എടുക്കണം. ഡി വൈ ബൈ ഡി ടി ജി ഡാഷ് ഓഫ് ടി. എന്നിട്ട് നിങ്ങൾ ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ വേണ്ടി ഡി വൈ ബൈ ഡി ടിയെ ഡി എക്സ് ബൈ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡി എക്സ് ബൈ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡി വൈ ബൈ ഡി ടിയെ ഡി എക്സ് ബൈ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി ടി ക്യാൻസൽ ആയി പോകും. ഡി വൈ ബൈ ഡി ടി ജി ഡാഷ് ഓഫ് ടി ആണ്. ഡി എക്സ് ബൈ ഡി ടി എഫ് ഡാഷ് ഓഫ് ടി ആണ്. ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഡെറിവേറ്റീവ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ പ്രൊസീജിയർ നോക്കുക. എന്താണ് പാരാമെട്രിക് ഫോം? പുതിയൊരു പാരാമീറ്റർ, പുതിയൊരു വേരിയബിൾ ടി. നമ്മുടെ രണ്ട് വേരിയബിളിനെ ഈ പുതിയ വേരിയബിൾ വെച്ചായിരിക്കും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളോട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ. നമ്മളപ്പോ ചെയ്യേണ്ടത് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കുക. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുക. അതേപോലെ വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെറിവേറ്റീവ് കിട്ടും. സോ മൂവിങ് ഓൺ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. എന്താണ് ഈ പറഞ്ഞതെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കണമല്ലോ. അപ്പൊ ഇവരിവിടെ പ്രോബ്ലം ആയിട്ട് തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. X is equal to a t squared and y is equal to x is equal to a t squared and y is equal to 2at. ഇതിൽ ടി ആണ് വേരിയബിൾ, എ കോൺസ്റ്റന്റ് ആണ്. Therefore നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നിങ്ങളുടെ ഡെറിവേറ്റീവിൽ അത് ഉൾപ്പെടില്ല, മാറ്റി നിർത്താം. ബാക്കി ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t ആണ്.
ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് സോറി 2t ആണ്, therefore 2at. അതാണ് dx/dt. അടുത്ത dy/dt. dy/dt 2a കോൺസ്റ്റന്റ് ആണ്, പുറത്ത് വരും. ടിയുടെ ഡെറിവേറ്റീവ് t1 ആണ്, 1 into t0, 1 into t0 1 തന്നെ. ടിയുടെ ഡെറിവേറ്റീവ് 1, എച്ചിന്റെ ഡെറിവേറ്റീവ് 1 ആയതുപോലെ ടിയുടെ ഡെറിവേറ്റീവ് 1 തന്നെ. dy/dt = 2a. അങ്ങനെയാണെങ്കിൽ നമ്മൾ dy/dx കാണാൻ dy/dt ഡിവൈഡഡ് ബൈ dx/dt ചെയ്യുന്നു. That is 2a divided by 2at, which is equal to 1/t. Which is equal to 1/t. കഴിഞ്ഞു. സിമ്പിൾ പ്രൊസീജിയർ ആണ്. അടുത്ത ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. x is equal to log t, y is equal to 1/t. നമ്മൾ ആലോചിക്കണം, 1/t എന്ന് പറഞ്ഞാൽ t⁻⁻1 ആണ്. 1/t എന്ന് പറഞ്ഞാൽ t⁻⁻1 ആണ്. 1/t² എന്ന് പറഞ്ഞാൽ t⁻⁻2 ആണ്. 1/t³ എന്ന് പറഞ്ഞാൽ t⁻⁻3 ആണ്. സൂക്ഷിക്കുക. Therefore, x is equal to log t and y is equal to 1/t, t⁻⁻1. Therefore, dx/dt, t വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ log t 1/t ആവും. ഇവിടെ t⁻⁻1 ആണ്. Therefore, dy/dt പവർ ഇൻറ്റു t⁻⁻1. Therefore, t⁻⁻2 ഒരു നെഗറ്റീവ് സൈൻ കൂടെ ഉണ്ട്. t⁻⁻2 താഴെ നെഗറ്റീവ് സൈൻ. Therefore, dy/dx എന്ന് പറയുന്നത് dy/dt divided by dx/dt. dy/dt minus t⁻2 divided by 1/t. ഈ t⁻2 എന്ന് പറയുന്നത് ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞത് 1/t² ആണ്. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. therefore t/t². therefore t വെട്ടിക്കളയുന്നു, -1/t. കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഒരു പ്രോബ്ലം കൂടെ കഴിയുമ്പോഴേക്കും ഈ സെക്ഷൻ കഴിയും. അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് പ്രോബ്ലം വരുന്നത്. എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്? 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? y is equal to x⁻⁴ ഉണ്ട്. അയാളുടെ ഡെറിവേറ്റീവ് എടുക്കണം, dy/dx. അത് 4x³ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കും. 4 കോൺസ്റ്റന്റ് ആണ്, പുറത്തു വരും. 3യുടെ ഡെറിവേറ്റീവ് x³ ഡെറിവേറ്റീവ് 3x². 4 into 3 12x². ഇതിനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡിനോട്ടഡ് ബൈ d²y/dx² എന്ന് പറയുന്നത്. ഓർ സിംപ്ലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് y'. രണ്ടാമത്തെ ഡെറിവേറ്റീവ് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ നൽകുന്നത്. സിംപ്ലി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ്, വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുക, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്, ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ log x/xന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനാണ്. y is equal to log x/xന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ. അപ്പൊ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു dy/dx. ഇവിടെ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. സംതിങ് ഡിവൈഡഡ് ബൈ സംതിങ് അല്ലേ, കോഷ്യന്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. എക്സിന്റെ സ്ക്വയർ ന്യൂമറേറ്ററിൽ പോകുമ്പോ log x ഇൻറ്റു എക്സിന്റെ ഡിനോമിനേറ്റർ അതേപോലെ എഴുതുന്നു, ഇൻറ്റു log xന്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് log x ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1
therefore എക്സും എക്സും വെട്ടിപ്പോവും. 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ. ഇനി ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. എങ്കിലേ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കും. വീണ്ടും ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ് 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പൊ മൈനസ് 1/x ഇവിടത്തെ മൈനസ് ആണ്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു 1 മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. എക്സും എക്സും വെട്ടി പോവും, മൈനസ് എക്സ് സ്ക്വയർഡ് ആവും. ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ -1 പ്ലസ് ലോഗ് എക്സ്. സോറി, അങ്ങനെ എടുക്കണ്ട, 2x കൂടെ എടുക്കാം. 2x കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഇൻറ്റു -1 ഇൻറ്റു 2x മൈനസ് 2x. മൈനസും മൈനസും കൂടെ പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 2x ലോഗ് എക്സ്. The whole divided by x raised to 4. Whole divided by x raised to 4. ഇതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഒരു തവണയല്ല, 2 തവണ കണ്ടിന്യൂസ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഡിഫറൻസിയേഷൻ ചാപ്റ്റർ കഴിഞ്ഞു. ഡിഫറൻസിയേഷൻ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഫോർമുലകളും സിമ്പിളാണ്, ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. അതുകൊണ്ട് ചെയ്ത് നോക്കണം. നെക്സ്റ്റ്, ഞാൻ ഈ സെക്ഷൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ലിമിറ്റ് നോക്കാനുള്ള ഒരു പോംവഴി പറഞ്ഞുതരാം. നോക്കിക്കോളണേ. നിങ്ങൾ ലിമിറ്റ് നോക്കുമ്പോൾ മര്യാദക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എങ്കിൽ അങ്ങ് കൊടുത്തേക്കുക. 2 കൊടുത്തെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 4 ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 5. 3 നേരെ കൊടുക്കുക 9 ആവും. 3 സ്ക്വയർ 9 ആവും. 9 മൈനസ് 5 4 ആണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നു. ഇങ്ങനെ നേരെ കൊടുത്താൽ പ്രശ്നമില്ല എങ്കിൽ അങ്ങ് കൊടുത്തേക്കുക, കുഴപ്പമില്ല. അത് തന്നെ ലിമിറ്റ്, വേറെ തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1/x മൈനസ് 2. ഇവിടെ ഞാൻ കൊടുക്കുമ്പോൾ 1/2 മൈനസ് 2 0 1/0. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഇൻഫിനിറ്റി അതങ്ങ് കൊടുത്താൽ മതി, മൈൻഡ് ചെയ്യണ്ട. 1/0 ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റിയാണ് കൊടുക്കുക. 1/0 മീൻസ് ഇൻഫിനിറ്റി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9/x മൈനസ് 3. ഇതാണ് ഇന്ന് ആദ്യം വന്ന ക്വസ്റ്റ്യൻ. ഇത് കൊടുത്തപ്പോൾ നമുക്ക് 0/0 വന്നു. മുകളിൽ 0 വരും, താഴെ 0 വരും. അത് അത്ര സുഖകരമായി ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യാനുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ചെയ്യേണ്ടത്? മുകളിലും താഴെയും പ്രത്യേകം ഡെറിവേറ്റീവ് എടുക്കുക. ഞാൻ പറയുന്നത് കോഷ്യൻ റൂൾ ചെയ്യരുത്. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും പ്രത്യേകം ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, താഴെ -9ന്റെ ഡെറിവേറ്റീവ് 0, എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇത് 2x/1 ആയി. ഇനി നിങ്ങൾ എക്സിന് 3 കൊടുത്തു നോക്കുക. 2 × 3 6, 6/1 6. ഇതാണ് ലിമിറ്റ്. കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് 0/0 ഫോമോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും പ്രത്യേകം ഡെറിവേറ്റീവ് എടുക്കുക. എന്നിട്ട് വീണ്ടും ലിമിറ്റ് കൊടുത്തു നോക്കുക. ഇനി വീണ്ടും 0/0 ഫോം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ ഡെറിവേറ്റീവ് എടുക്കുക.
0/0 ഫോമാറ്റ് പോകുന്നത് വരെ 1/0 വന്നിട്ട് കാര്യമില്ല കേട്ടോ. 1/0 വന്നാൽ അപ്പൊ നിങ്ങൾക്ക് ഇൻഫിനിറ്റി എന്ന് എഴുതാം. 0/0 ഫോർമാറ്റ് വരുന്ന പോലെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ പ്രത്യേകം പ്രത്യേകം ഡെറിവേറ്റീവ് എടുത്ത് വാല്യൂ കൊടുത്താൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? ലിമിറ്റ് കിട്ടും. അടുത്തതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 എക്സ് മൈനസ് 2 നേരെ കൊടുത്താൽ 2 സ്ക്വയർ 4 മൈനസ് 4 0, താഴെ 2 മൈനസ് 2 0. അപ്പോ നടക്കാത്തത് കൊണ്ട് ഞാൻ മുകളിലും താഴെ ഡെറിവേറ്റീവ് എടുക്കുന്നു. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 4ന്റെ ഡെറിവേറ്റീവ് 0, താഴെ എക്സിന്റെ ഡെറിവേറ്റീവ് 1 2. അപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 × 2/1 4 ലിമിറ്റ് കിട്ടി. ഇതാണ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അല്ലാതെ അവരവിടെ ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ കൂടും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരുന്നത് കാണും. മര്യാദക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ലിമിറ്റും ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, മര്യാദക്ക് അങ്ങ് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ അല്ല എങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. 0/0 ഫോർമാറ്റ് വന്നാൽ ചെയ്യേണ്ട കാര്യം, 1/0 വന്നാൽ നേരെ ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ മതി. അതൊന്നും വരാറില്ല നിങ്ങൾക്ക്. വന്നാൽ നേരെ ഇൻഫിനിറ്റി എന്ന് എഴുതുക, അത്ര. ഡൺ. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന ചാപ്റ്ററും കഴിഞ്ഞിരിക്കുകയാണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന ചാപ്റ്ററിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ഉള്ളത് ഈ ഡിഫറൻസിയേഷന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ആണ്. അതായത് ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ചിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. റേറ്റ് ഓഫ് ചേഞ്ച് dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇത്രയേ ഉള്ളൂ: വൈയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് dy/dx എന്ന ടേം. dy/dx എന്ന ടേം തന്നെ മീൻ ചെയ്ത അതാണ്. എന്താണ് വൈയുടെ വേരിയേഷൻ dy/dx എന്ന എക്സിന്റെ വേരിയേഷൻ കാരണം വൈക്ക് എന്ത് വേരിയേഷൻ സംഭവിക്കുന്നു, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അയാളെ ഉപയോഗിച്ചുള്ള ആപ്ലിക്കേഷൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇക്വേഷൻസ് അല്ല, ക്വാണ്ടിറ്റീസിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതങ്ങനെ ഒരു തിയറിയുള്ള ഒരാളല്ല, ഒരു സെക്ഷൻ അല്ല. ഇയാള് പ്രോബ്ലം ആണ്. ഇതിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇവിടെ നേരെ പ്രോബ്ലത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോ നിങ്ങൾ ഞാനിവിടെ എല്ലാ പ്രോബ്ലം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനിവിടെ 1-2 പ്രോബ്ലം ചെയ്യും. അതിനുശേഷം ബാക്കി നിങ്ങൾക്ക് സ്വയം പരീക്ഷിച്ച് ചെയ്തു നോക്കാം. എന്താണ് ഇവിടെ പറയുന്ന കേസ് എന്ന് നോക്കുക. A spherical balloon is inflated at a rate of 900 cubic centimeters per second. അതായത് ഒരു ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്. ആ ബലൂണ് ഒരു സെക്കൻഡിൽ 900 ക്യൂബിക് സെന്റിമീറ്റർ ഗ്യാസ് ആണ് അകത്ത് പോകുന്നത്. 900 ക്യൂബിക് സെന്റിമീറ്റർ ഗ്യാസ് ആണ് അതിന്റെ അകത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് അത് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബലൂൺ വീർക്കുമ്പോൾ അതിന്റെ റേഡിയസും വീർക്കും. എന്ത് ചെയ്യും? വീർക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് വീർക്കുന്നതിന്റെ അളവെത്ര? റേഡിയസ് വീർക്കുന്നതിന്റെ ഹൗ ഫാസ്റ്റ് ദ റേഡിയസ് ഇസ് ഇൻക്രീസിങ്. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്.
റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ്. സമയത്തിനനുസരിച്ച് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ്. റേഡിയസ് ആർ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത് ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി ആണ് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്. റേഡിയസിന്റെ ഇൻക്രീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. റേഡിയസിന്റെ ഇൻക്രീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോ നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമ്മൾ സ്പെറിക്കൽ ബലൂൺ ആണെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന് സ്പിയറിന്റെ വോളിയം നമ്മൾ അറിഞ്ഞിരിക്കണം. സ്പിയറിന്റെ വോളിയം ഇതാണ്. വോളിയം ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. വോളിയം ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. ഞാന് ഈ രണ്ട് സൈഡും ടി വെച്ച് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പൊ ഇപ്പുറത്ത് ഡി ബി ബൈ ഡി ടി ആവും. 4/3 പൈ ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3r² ആവും. ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3r² ആവും. ഇവിടെ ടി വെച്ചാണ് ഡെറിവേറ്റീവ് എടുത്തോണ്ടിരുന്നത്. ആറ് വേറെ ആരോ ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ഡി ആർ ബൈ ഡി ടി എന്ന് ഇടണം. ആറിന് ഡെറിവേറ്റീവ് എടുത്തു, ആറിന് ടി വെച്ച് ഡെറിവേറ്റീവ് എടുത്തു എന്ന് കാണിക്കാൻ ഡി ആർ ബൈ ഡി ടി ഇടണം. ടി വെച്ചാണ് ഡെറിവേറ്റീവ്. ആറ് ടിയുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ടി ആയിരുന്നെങ്കിൽ ഡി ടി ബൈ ഡി ടി വന്ന് രണ്ട് പെട്ടി പോകുമായിരുന്നു. ഇവിടെ ആറ് വന്നോണ്ട് ഡി ആർ ബൈ ഡി ടി. എന്നിട്ട് ഇവിടെ 3 ഇൻറ്റു ഇവിടെ 3 ഇൻറ്റു 3 ഇവിടെ 3 വെട്ടിപ്പോ പിന്നെ 4πr² ആയിരിക്കും. 4πr² ഇൻറ്റു ഡി ആർ ബൈ ഡി. ഇവിടെ വോളിയം ഇൻക്രീസ് ആകുന്നതിന്റെ റേറ്റ് തന്നിട്ടുണ്ട് 900 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ വോളിയം ഇൻക്രീസ് ആകുന്ന റേറ്റ് ആണല്ലോ ഡി വി ബൈ ഡി ടി. അതിന് പകരം 900 കൊടുക്കും. നമുക്ക് റേഡിയസ് ഇൻക്രീസ് ആകുന്ന റേറ്റ് വേണം. എപ്പോ റേഡിയസ് 15 സെന്റിമീറ്റർ ആവും. അപ്പൊ റേഡിയസിന്റെ വാല്യൂ 15 കൊടുക്കും. നമ്മൾ അത് രണ്ടും ഇവിടെ കൊടുത്തു. ഡി വി ബൈ ഡി ടിക്ക് പകരം 900, ആറിന് പകരം 15 സ്ക്വയർ ആയി. ഡി ആർ ബൈ ഡി ടി റേഡിയസിന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് രണ്ടിനെയും താഴെ കൊണ്ടുപോകും. 900 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 225 വെട്ടിക്കളയുമ്പോൾ നമുക്ക് 1/π എന്ന് കിട്ടും. 1/π സെന്റിമീറ്റർ പെർ സെക്കൻഡ്. 1/π സെന്റിമീറ്റർ പെർ സെക്കൻഡ്. റേഡിയസ് ഒരു സെക്കൻഡിന് 1/π സെന്റിമീറ്റർ കൂടും. റേഡിയസ് 1 സെക്കൻഡിന് 1/π സെന്റിമീറ്റർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിയും. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലത്തിന്റെ രീതി. ഇങ്ങനെയാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണെന്ന്, ഒരു കല്ല് ഒരു കായലിലേക്ക് നമ്മൾ വലിച്ചെറിയുകയാണ്. കായലെന്ന് വേണ്ട, ഒരു കുളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പൊ വലിച്ചെറിയുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്താ ഉണ്ടാവും? ഓളങ്ങൾ ഉണ്ടാവും. സർക്കുലർ റിപ്പിൾസ്. സർക്കിളിന്റെ ഷേപ്പിലാണ് അവിടെ ഓളങ്ങൾ ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കാണാം, ഈ ഓളങ്ങൾ ഒരു ഓളം തുടങ്ങിയിട്ട് അതിന്റെ റേഡിയസ് ഇൻക്രീസ് ആയി വെളിയിലോട്ട് പൊക്കോണ്ടിരിക്കും. ഇങ്ങനത്തെ സംഭവം ഉണ്ട്. അപ്പോ അവരവിടെ പറയുന്നുണ്ട്, ദ റേഡിയസ് ഓഫ് ദ റിപ്പിൾ ഇസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഈ റിപ്പിളിന്റെ റേഡിയസ് ഒരു സെക്കൻഡിൽ 3 മീറ്റർ വെച്ച് കൂടെയാണ്. ഒരു സെക്കൻഡിൽ 3 മീറ്റർ വെച്ച് അയാളുടെ റേഡിയസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അകത്തുള്ള ആ സർക്കിളിന്റെ അകത്തുള്ള ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് എത്രയാണ്? വെൻ റേഡിയസ് ഇസ് 10 മീറ്റർ. റേഡിയസ് 10 മീറ്റർ ആകുമ്പോൾ ഏരിയ ഇൻക്രീസ് ആവുന്നതിന്റെ റേറ്റ് എത്രയാണ്? അപ്പൊ ഒരു സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം. ഏരിയ പൈ ആർ സ്ക്വയർ. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുത്തു. ഡി എ ബൈ ഡി ടി ഈക്വൽ ടു പൈ കോൺസ്റ്റന്റ് ആണ്. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r ആണ്. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r ആണ്. പക്ഷെ കൂടെ ഡി ആർ ബൈ ഡി ടി ഇടും. നമ്മൾ നേരത്തെ ഇട്ട പോലെ പുതിയൊരു വേരിയബിൾ ആണല്ലോ. പുതിയൊരു വേരിയബിൾ വെച്ച് ഡെറിവേറ്റീവ് എടുത്തോണ്ട് ഡി ആർ ബൈ ഡി ടി ഇടണം. ഇവിടെ റേഡിയസിന്റെ ഇൻക്രീസിന്റെ റേറ്റ് 3 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഒരു സെക്കൻഡിന് 3 മീറ്റർ. അപ്പൊ റേഡിയസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് 3 ആണ്. നമുക്ക് 10 ആവുമ്പോൾ ഉള്ള കാര്യം, റേഡിയസ് 10 ആവുമ്പോൾ ഉള്ള ഏരിയയുടെ ചേഞ്ച് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ 6ന് 10ഉം ഡി ആർ ബൈ ഡി ടിക്ക് 3യും കൊടുക്കുന്നു. അപ്പൊ 3 ഇൻറ്റു 2π ഇൻറ്റു 10 ഇൻറ്റു 3 2π ഇൻറ്റു 10 ഇൻറ്റു 3 60π. ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് 60π ആണ്. 60π. അപ്പൊ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമുക്കിനി അങ്ങോട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനും ഒരേപോലത്തെ ഡിഫിക്കൽറ്റി ലെവലാണ്.
ഡിഫിക്കൽറ്റി ലെവലാണ്. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. +2 ഇത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഒരു ഫങ്ഷൻ എപ്പോഴൊക്കെ ഒരു ഫങ്ഷന്റെ വാല്യൂ കൂടുന്നു, എപ്പോഴൊക്കെ ഒരു ഫങ്ഷന്റെ വാല്യൂ കുറയുന്നു. അതായത് ഒരു ഫങ്ഷന് ഗ്രാഫ് ഉണ്ടാവുമല്ലോ, ഒരു ഫങ്ഷന് ഗ്രാഫ് ഉണ്ടാവും. അപ്പൊ ഫങ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ ഇങ്ങനെ പോകും. അപ്പൊ ഫങ്ഷൻ ഇത് തൊട്ട് ഇതുവരെ കൂടും, ഇത് തൊട്ട് ഇതുവരെ ഫങ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ, മുകളിലേക്ക് പോകും. അതിനുശേഷം ഇത് തൊട്ട് ഇതുവരെ ഫങ്ഷൻ കുറയുകയാണ്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ ഫങ്ഷൻ കൂടുന്നു, എവിടെയൊക്കെ ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, എവിടെയൊക്കെ ഫങ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. എവിടെയൊക്കെ ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, എവിടെയൊക്കെ ഫങ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദാ നോക്കിക്കോ, നമ്മുടെ പ്രോബ്ലത്തിന്റെ സെറ്റ് ഇവിടെ. നല്ലൊരു പ്രോബ്ലം. ഓക്കെ, ഒരു ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഫങ്ഷന്റെ ഡെറിവേറ്റീവ് 0-നേക്കാൾ വലുതായിരിക്കും. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഡെറിവേറ്റീവ് 0-നേക്കാൾ വലുതായിരിക്കും. അതേസമയം ഒരു ഫങ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് 0-നേക്കാൾ ചെറുതായിരിക്കും. ഒരു ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഡെറിവേറ്റീവ് 0-നേക്കാൾ വലുതായിരിക്കും. ഒരു ഫങ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഡെറിവേറ്റീവ് 0-നേക്കാൾ ചെറുതായിരിക്കും. ഇതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കാനുള്ള റിലേഷൻ. ഇവിടെ മനസ്സിലാക്കാനുള്ള റിലേഷൻ അതാണ്. അപ്പൊ നമ്മള് ചില പ്രോബ്ലം ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. പ്രോബ്ലംസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു, എവിടെയൊക്കെ ഡിക്രീസ് ചെയ്യുന്നു എന്ന് അറിയുകയാണ് നമ്മുടെ ലക്ഷ്യം. എവിടെയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു, എവിടെയൊക്കെ ഡിക്രീസ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ അതിലേക്ക് പോവുക. ശരി, അപ്പൊ ഞാൻ ആദ്യം എഴുതുന്നു 16x² + 3x + 2. (16x² + 3x + 2). 3x + 2. ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഇൻക്രീസ് ആവുന്നു എന്നുള്ളതാണ് f(x) ഫംഗ്ഷൻ. ആദ്യത്തെ ജോലി നിങ്ങൾ ഇയാളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 16 വെളിയിലേക്ക് പോകും. x² ഡെറിവേറ്റീവ് 2x ആണ്, 2x. 16 × 2 32x. 3 പുറത്തേക്ക് പോകും. എക്സിന്റെ ഡെറിവേറ്റീവ് 1, അപ്പൊ 3 × 1 3. 2ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് 0. f' കിട്ടി. ഇത് 0-നേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് നിശ്ചയിക്കാനുള്ളതായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ സ്റ്റെപ്പായിട്ട് f' നെ 0-ന് ഇക്വേറ്റ് ചെയ്യും. അതായത് 32x + 3 = 0. ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. 32x = 3 ഇവിടെ പോകുമ്പോൾ -3. എക്സിന്റെ വാല്യൂ -3/32. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -3/32 എന്ന് പറയുന്നത് സംതിങ് ലൈക്ക് -0. സംതിങ് ആണ്, 0. സംതിങ്. ഞാൻ ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. ഈ -0. സംതിങ്ങിന്, അതായത് -3/2നെ ഇവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിന്റെ ഇടതും വലതുമുള്ള 2 വാല്യൂകൾ ചുമ്മാ ചൂസ് ചെയ്യും. ഇതിന്റെ ഇപ്പുറത്തുള്ള ഒരു വാല്യൂ -1 ആണ്. ഇതിന്റെ ഇപ്പുറത്തുള്ള വാല്യൂ 0. കഴിവതും ചെറിയ വാല്യൂ ചൂസ് ചെയ്യണം. ഇതിന്റെ ഇപ്പുറത്തുള്ള വാല്യൂ ചൂസ് ചെയ്യണം. 1000 ഒന്നും ചൂസ് ചെയ്ത് വയ്ക്കരുത്. അതേപോലെ -3/32 ഇവിടെ ഞാൻ -1 സിമ്പിൾ വാല്യൂ ചൂസ് ചെയ്തു. ഈ ചൂസ് ചെയ്ത വാല്യൂ f' കൊടുക്കുക. അപ്പൊ 32 × -1 +3 -32 + 3 -29. നെഗറ്റീവ് ആണ്. അതായത് ഇതിന്റെ ഇപ്പുറത്തുള്ള ഒരു വാല്യൂ കൊടുത്തപ്പോ ഡെറിവേറ്റീവ് നെഗറ്റീവായി. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയാൽ ഡിക്രീസിങ് ആണ്. അതായത് ഇതിന്റെ അപ്പുറം
ഫംഗ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ അപ്പുറം സീറോ ആണല്ലോ, സീറോ കൊടുത്തു നോക്കാം. എഫ് ഡാഷ് ഓഫ് സീറോ, സീറോ കൊടുക്കുമ്പോ 32 ഇൻറ്റു സീറോ പ്ലസ് 3 തന്നെ. അത് വലുതാണ്, എഫ് ഡാഷ് 0-നേക്കാൾ വലുതാണ്. അതായത് -32ന്റെ ഇപ്പുറം ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ്. അപ്പൊ കാര്യം പിടികിട്ടി. -32 ഇപ്പുറവും, -32 ഇപ്പുറവും, അതായത് സോറി -3/32, -3/32 ഇപ്പുറവും, -3/32 തൊട്ട് പിന്നെ അങ്ങോട്ട് എത്ര വേണോ പൊക്കോ, -∞ ഞാൻ കൊടുക്കുകയാണ്, -∞. എഫ് എസ് ഡിക്രീസിങ്, എഫ് എസ് ഡിക്രീസിങ്, അങ്ങോട്ട് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ -3/32ന്റെ ഇപ്പുറം ഇങ്ങോട്ട് അങ്ങോ ഇൻഫിനിറ്റി എവിടെ വേണോ പോയിക്കോട്ടെ, -3/32 മുതൽ പിന്നെ അങ്ങ് ഇൻഫിനിറ്റി വരെ എഫ് എസ് ഇൻക്രീസിങ്, ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പൊ പ്രൊസീജിയർ ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ എടുത്തു, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, 0-ന് ഇക്വേറ്റ് ചെയ്തു, എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് നമ്പർ ലൈനിന് മാർക്ക് ചെയ്യും. അതിന്റെ ഇടതും വലതുമുള്ള രണ്ട് വാല്യൂ ചുമ്മാ ചൂസ് ചെയ്യും. അതിനെ എടുത്ത് എഫ് ഡാഷിൽ കൊടുക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. കാര്യം നിങ്ങൾക്ക് ജിയോജിബ്ര എന്ന കാൽക്കുലേറ്റർ, ഓൺലൈൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഈ ഫിഗർ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ -3/32 എന്ന് പറയുന്ന പോയിന്റ്, ആ നമ്പർ ലൈനിലെ ആ പോയിന്റ് വരെ ഫംഗ്ഷൻ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അവിടെ നിന്ന് ഫംഗ്ഷൻ കൂടിക്കൊണ്ടു പോകുന്ന കാണാം. കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടിക്കൊണ്ടു പോകുന്ന ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഫംഗ്ഷൻ ഉണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് നോക്കാം. സോ മൂവിങ് ഓൺ, വേറൊരു പ്രോബ്ലം കൂടെ ചെയ്യാണ്. മാക്സിമം മിനിമയില്, അല്ല മാക്സിമം ഇൻക്രീസിങ് ഡിക്രീസിംഗില് വേറൊരു പ്രോബ്ലം കൂടെ ചെയ്യാണ്. അപ്പോ മറ്റൊരു പ്രോബ്ലം x³ - 3x, x³ - 3x, അല്ലെങ്കിൽ വേണ്ട, വേറൊരു പ്രോബ്ലം -2x³ f of x is equal to -2x³ plus 24x plus 7 plus 24x plus 7. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, -2 പുറത്തേക്ക് ഇടും. x³ ഡെറിവേറ്റീവ് 3x² ആണ്, 3x², 3 × -2 -6x² പ്ലസ് 24 × x, ഡെറിവേറ്റീവ് 24 കഴിഞ്ഞു. Therefore ഞാൻ എഫ് ഡാഷിനെ അടുത്ത് 0-ന് ഇക്വേറ്റ് ചെയ്യുന്നു. -6x² plus 24 = 0. Therefore ഇവിടുന്ന് ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -x² plus 4 = 0. -x² അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +x² ആകും. Therefore x is equal to ±2. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോലെ എക്സിന് ഒരു വാല്യൂ അല്ല, ഇപ്രാവശ്യം എക്സിന് 2 വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ 2 വാല്യൂ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യും. -2ഉം 2ഉം. -2ന്റെ ഇപ്പുറമുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യണം. -2ന്റെ ഇപ്പുറമുള്ള ഒരു വാല്യൂ -3. -2ന്റെ 2ന്റെ ഇടയ്ക്ക് ഒരു വാല്യൂ ചൂസ് ചെയ്യണം, 0. 2ന്റെ അപ്പുറം ഒരു വാല്യൂ ചൂസ് ചെയ്യണം, 3. ഇനി ഇവരെ എല്ലാരെയും എഫ് ഡാഷിൽ കൊടുക്കണം. എഫ് ഡാഷ് ഓഫ് -3, -6 × -3² plus 24, -6 × 9 -54 plus 24 -30. ഡിക്രീസിങ് ആണ്. അടുത്ത എഫ് ഡാഷ് ഓഫ് 0 കൊടുക്കുമ്പോ 24 കിട്ടും, >0, ഇൻക്രീസിങ് ആണ്. എഫ് ഡാഷ് ഓഫ് 3 -6 × 3² 9 plus 24 -54 plus 24 -30, ഡിക്രീസ്. അതായത് ഇതിന്റെ അപ്പുറം ഡിക്രീസിങ്, ഇതിന്റെ ഇടയിൽ ഇൻക്രീസിങ്, ഇതിന്റെ അപ്പുറം ഡിക്രീസിങ്. അപ്പൊ നമുക്ക് എഴുതാം ഡിക്രീസിങ് ഓൺ -2 തൊട്ട് അങ്ങ് വരെ, അതായത് -∞ മുതൽ -2 വരെ. അതിനുശേഷം 2ന്റെ ഇപ്പുറം മൊത്തം, അതായത് 2 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ. രണ്ടിന്റെയും കൂടെ യൂണിയൻ.
ഇനി ഇൻക്രീസിങ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഏത് തൊട്ട് ഏത് വരെ? -2 മുതൽ 2 വരെ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. -2 മുതൽ 2 വരെ ഇത് കൂടിക്കൊണ്ടാണ്. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഈ ഒരു ഇതിന്റെ ഈ ഒരു ആളുടെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കേണ്ട പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഈസിയാണ്, പക്ഷെ നമുക്ക് കുറച്ച് കുത്തിയിരുന്ന് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതാണ് പ്രൊസീജിയർ. ഇവരിവിടെ എന്താണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പോണ്ട, ഞാൻ പറഞ്ഞ രീതിയിൽ പോയാൽ മതി. അപ്പൊ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏ സെക്കൻഡ്, മാക്സിമം മിനിമം ഓഫ് എ ഫംഗ്ഷൻ. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ സംഭവിക്കുന്നത് ഇവിടെയും ഏറ്റവും ചെറിയ വാല്യൂ സംഭവിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ പറയും അബ്സല്യൂട്ട് മാക്സിമ എന്നും അബ്സല്യൂട്ട് മിനിമ എന്നും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് എക്സ്ട്രീം പോയിന്റ്സ്. ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങനെയറ്റം. എക്സ്ട്രീം പോയിന്റ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രീം പോയിന്റ്സ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും അതൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ? കണ്ടോ, ഇവിടെയും മിനിമം വരുന്നുണ്ട്, ഇവിടെ മാക്സിമം വരുന്നു. പക്ഷെ ആ ഒരു ലൊക്കാലിറ്റിയിലെ ഏറ്റവും മാക്സിമം, ആ ഒരു ലൊക്കാലിറ്റിയിലെ ഏറ്റവും മിനിമം, മൊത്തത്തിൽ നോക്കിയല്ല കേട്ടോ. ആ ഒരു ലൊക്കാലിറ്റി, ഈ ഒരു ഇന്റർവെൽ മാത്രം നോക്കിയ മിനിമം അതാണ്. ഈ ഒരു ഇന്റർവെൽ മാത്രം നോക്കിയ മാക്സിമം അതാണ്. ഒരു ലോക്കലിൽ കിടിലോ അയാളാണ്. അതുകൊണ്ട് അയാളെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം അഥവാ ലോക്കൽ എക്സ്ട്രീമംസ് എന്ന് വിളിക്കാറുണ്ട്. അബ്സല്യൂട്ട് എക്സ്ട്രീമം, അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം മൊത്തത്തിൽ ഏറ്റവും വലുത്. ലോക്കൽ മിനിമം, ലോക്കൽ മാക്സിമം ഒരു ലൊക്കാലിറ്റിയിൽ വലുത് ചെറുത് എന്നുള്ളതാണ്. ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമം, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം കണ്ടുപിടിക്കാം. അപ്പൊ അതിനുള്ളതാണ് മാക്സിമം മിനിമം ടെസ്റ്റ്. 2 ടെസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായിരിക്കും എളുപ്പം. എങ്ങനെയാണ് നമുക്ക് ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതായത് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ആ എക്സാമ്പിളിലൂടെ മുന്നോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. f of x is equal to find local minima, local maxima of x cube minus 3x square x cube minus 6x squared. നോക്കട്ടെ, -6x square plus 9x plus 1. ഇതിന്റെ ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് ക്യൂബ് 3x സ്ക്വയർഡ്, -6 വെളിയിലിടുന്നു, എക്സ് സ്ക്വയർ -6 into 2 -12x plus 9. പോരാ, ഒരു ഡെറിവേറ്റീവും കൂടെ എടുക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ്. 3 into 2 6x -12. നെക്സ്റ്റ് സ്റ്റെപ്പ്, എഫ് ഡാഷിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യണം. അതായത് 3x സ്ക്വയർഡ് -12x plus 9 equal to 0. 3 വെട്ടിക്കളയുമ്പോൾ x സ്ക്വയർ -4x plus 3 equal to 0.
ഇയാളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് മൈനസ് 4 into a into c. Therefore, this divided by 2 into a. Therefore, 4 plus or minus root 4 divided by 2. 4 plus 2 by 2. 4 plus 2 by 2. അപ്പോൾ എക്സിന്റെ വാല്യൂ 4 plus 2 by 2 3. 4 minus 2 by 2 1. 4 minus 2 by 2 1. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 3ഉം 1ഉം എന്ന് രണ്ട് വാല്യൂ. 3ഉം 1ഉം എന്ന് രണ്ട് വാല്യൂ. ഈ 3ലും 1ലും ആയിരിക്കാം മാക്സിമം മിനിമം നടക്കുന്നത്. 3ലും 1ലും ആയിരിക്കാം മാക്സിമം മിനിമം നടക്കുന്നത്. അപ്പൊ ഇവിടെ മാക്സിമം ആണോ മിനിമം ആണോ നടന്നതെന്ന് കണ്ടുപിടിക്കാൻ എഫ് ഡബിൾ ഡാഷില് ഈ കിട്ടിയ രണ്ട് വാല്യൂ കൊടുക്കുക. എഫ് ഡബിൾ ഡാഷിൽ 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ 6 into 1 minus 12 is equal to -6. എഫ് ഡാഷ് ഇവിടെ നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വന്നാൽ മാക്സിമം ആണ്. എഫ് ഡബിൾ ഡാഷ് 3 കൊടുക്കുകയാണ്. 6 into 3 minus 12. 18 minus 12 6. അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് വന്നാൽ മിനിമം. അതായത് ഈ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ സംഭവിക്കുന്നത് എക്സ് ഈക്വൾ ടു 1ലാണ്. എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ തരും. എക്സ് ഈക്വൾ ടു 3 കൊടുത്താൽ ഈ ഫംഗ്ഷൻ തരാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ വാല്യൂ തരും. ഇതാണ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 കണ്ടുപിടിക്കുക. പഴയ പോലെ വാല്യൂസ് കണ്ടുപിടിക്കുക. എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. ആ കിട്ടിയ വാല്യൂസിനെ എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയാൽ മിനിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയാൽ മാക്സിമം. ഇത്രയോ. പ്രൊസീജിയർ ഓവർ. ഇതാണ് മാക്സിമയും മിനിമയും കണ്ടുപിടിക്കുന്ന രീതി. നെക്സ്റ്റ് പ്രോബ്ലം 1/6 f of x is equal to 1/6 into x raised to 6. 1/6 into x raised to 6. Minus 4 into x raised to 5. Minus 4 into x raised to 5. Minus 4 into x raised to 5. Plus 25 x raised to 4. Plus 25 x raised to 4. സോ പ്രൊസീജിയർ തുടങ്ങുകയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. 1/6 into 6 into x raised to 5. Therefore, x raised to 5. 4 into 5, 20. 20 into x raised to 5 minus 1, 4, x raised to 4. 25 into 4, 100. 100 into x raised to 3. എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. x raised to 5, 5x raised to 4. Minus 20 into 4, 80 into x raised to 3. Plus 100 into 3, 300 into x squared. കഴിഞ്ഞു. സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിച്ചു. അടുത്ത എഫ് ഡാഷ് ഓഫ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്യണം. അതായത് x raised to 5 minus 20 x raised to 4 plus 100 x cube equal to 0. x ക്യൂബിനെ കോമൺ എടുക്കുന്നു. x square minus 20x plus 100 equal to 0. നമുക്ക് ഈ പുള്ളിക്കാരനെ സോൾവ് ചെയ്യണം. അകത്തുള്ള x square minus 20x plus 100നെ സോൾവ് ചെയ്യണം. അതിനു മുമ്പേ x ക്യൂബ് 0 ആവാൻ x 0 ആയാൽ മതി. x 0 ആവണം. അപ്പൊ ഒരു സൊല്യൂഷൻ കിട്ടി, x 0. ഇനി അല്ല എങ്കിൽ ഇയാളെ സോൾവ് ചെയ്യണം. അതായത് x squared minus 20x plus 100 equal to 0. അപ്പൊ സോൾവ് ചെയ്യാൻ എക്സിന്റെ വാല്യൂ -b plus or minus root of b square 400 minus 4ac 4 into 100 400 divided by 2 into a. Therefore 20/2 that is 10. അപ്പോൾ x equal to 0 x equal to 10 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇവരെ രണ്ടുപേരെ എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0. 5 into 0 minus 8 into 0 plus 300 into 0.
സീറോ നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയാൻ പറ്റില്ല. പോസിറ്റീവോ നെഗറ്റീവോ വന്നില്ല എങ്കിൽ, പോസിറ്റീവ് വന്നാൽ മിനിമം ഒന്നും, നെഗറ്റീവ് വന്നാൽ മാക്സിമം ഒന്നും നമുക്ക് പറയായിരുന്നു. ഇത് പോസിറ്റീവോ നെഗറ്റീവോ വന്നില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് എ സാഡിൽ പോയിന്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ സാഡിൽ പോയിന്റ്. പോസിറ്റീവും നെഗറ്റീവും വന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സാഡിൽ പോയിന്റ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 0 വന്നിട്ട് 10 വന്നിട്ടുണ്ട്. 10 എഫ് ഡബിൾ ഡാഷ് ഓഫ് 10 കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 10⁻⁴. 5 ഇൻറ്റു 10⁻⁴. 4 0 വരും. 4 0 10,000. -80 ഇൻറ്റു 10 ക്യൂബ് 1000. പ്ലസ് 300 ഇൻറ്റു 10 സ്ക്വയർഡ് 100. therefore 50,000 മൈനസ് 80,000 പ്ലസ് 3000 പ്ലസ് 3000. 8 3 0 30 ഇൻറ്റു 30 അല്ല 300. അപ്പൊ 30,000. സോറി, 50,000 300 300 ഇൻറ്റു 100 30,000. ശരിയാണ്. അപ്പൊ 50,000 മൈനസ് 80,000 പ്ലസ് 30,000 0. എഗെയിൻ എ സാഡിൽ പോയിന്റ്. എഗെയിൻ എ സാഡിൽ പോയിന്റ്. വീണ്ടും നമുക്ക് കിട്ടിയത് സാഡിൽ പോയിന്റ് തന്നെയാണ്. രണ്ടുപേരും സാഡിൽ പോയിന്റ് ആണ്. അപ്പൊ ഇയാൾക്ക് മാക്സിമയോ മിനിമയോ ഇല്ല. മാക്സിമയോ മിനിമയോ ഇല്ല. ഓക്കെ, ഡൺ. അപ്പൊ ഇതാണ് മാക്സിമ മിനിമ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ. മാക്സിമ മിനിമ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ ഇതാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഇന്റഗ്രേഷൻ ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.